അഗസ്തികുടീരം ബാലികാ സദനത്തിൽ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. കേരള വനവാസി വികാസ കേന്ദ്രം കോട്ടൂർ അഗസ്തികുടീരം ബാലികാ സദനത്തിന്റെ വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. ക്രിസ്മസ് ദിനത്തിൽ രാവിലെ 10 മണി മുതൽ വനവാസി കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു. തുടർന്ന് ആരംഭിച്ച സാംസ്കാരിക സമ്മേളനം ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് ശ്രീ എം ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ബാലികാ സദനം സെക്രട്ടറി ശ്രീ എം പ്രകാശ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ബാലികാ സദനം പ്രസിഡന്റ് ശ്രീ ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള വനവാസി വികാസ കേന്ദ്രത്തിന്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ എ നാരായണ മുഖ്യപ്രഭാഷണം നടത്തി. അഗസ്ത്യവനത്തിലെ വനവാസി മൂപ്പൻ ഭഗവാൻ കാണിയെ ആദരിച്ചു. RSS തിരുവിഭാഗ കാര്യവാഹ് ശ്രീ ആർ കൃഷ്ണകുമാർ, കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ BJP മെമ്പർമാരായ രശ്മി, അനിൽകുമാർ, സുനിതകുമാരി, RSS ശ്രീ പത്മനാഭപുരം നഗരം സംഘചാലക് ശ്രീ വെങ്കിട്ടരാമ ശർമ്മ, ക്ഷേത്രീയ മഹിളാ പ്രമുഖ ശ്രീമതി ദയാബരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സർക്കാരിനാലും ജനങ്ങളാലും തഴയപ്പെട്ട ഒരു വിഭാഗത്തിന്റെ സംസ്കൃതത്തിലുള്ള പരിജ്ഞാനം അതുകൂടിയിട്ടായിരുന്നു പ്രകടമായത് ആ ഭഗവത്ഗീത ചൊല്ലലിൽ കൂടിയിട്ട്. നമ്മൾ ഓർക്കണം, ഏത് വിധത്തിലാണ് വനവാസി കല്യാണാശ്രമം ആളുകളെ വാർത്തിക്കൊണ്ടുവരുന്നതെന്ന്. പലർക്കും വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയില്ല. കേന്ദ്രത്തിൽ നിരവധി MPമാർ, അതേപോലെ തന്നെ ഏകദേശം 10-12 മന്ത്രിമാർ വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിൽ കൂടെ വന്നവർ ഇന്ന് അഖില ഭാരതീയ തലത്തിലുണ്ട്. കേരളത്തിൽ വനവാസി വികാസ കേന്ദ്രം എന്നുള്ള പേരിൽ വയനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം ആദ്യം നടത്തിയിരുന്നു. പിന്നീടാണ് വനവാസി കല്യാണാശ്രമം എന്നുള്ള പേരിൽ അത് രൂപം കൊണ്ടത്.